ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച നാം പിതൃദിനമായി ആഘോഷിക്കുകയാണ്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും പിതൃദിന ആശംസകൾ. അപ്പൻ എന്ന തണൽമരത്തിന് സ്നേഹമെന്ന ആദരവ് നൽകാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയ പിതൃദിന സമ്മാനം. ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അതിന് വായിക്കുവാൻ എനിക്ക് വെളിച്ചം തന്നത് എൻ്റെ അപ്പനായിരുന്നു. സ്നേഹവും കരുണയുമൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വിശുദ്ധനായ വ്യക്തിയാണ് നമ്മുടെ അപ്പൻ. അവസാനിക്കാത്ത സ്നേഹവുമായി നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന, നമ്മുടെ സങ്കടങ്ങൾ തീർക്കുന്ന, നമ്മുടെ തെറ്റുകൾ തിരുത്തുന്ന, എന്തിനേറെ നാം ക്ഷീണിച്ചു തരുമ്പോൾ നമ്മുടെ കൈപിടിച്ച് നിർത്താൻ എന്നും നമ്മുടെ അപ്പൻ നമ്മോടൊപ്പമുണ്ടാകും. അച്ഛൻ്റെ വിരൽത്തുമ്പിലാണ് നാം ഓരോരുത്തരുടെയും ബാല്യകാലം. നമ്മുടെ ഓരോ ചുവടിലും അച്ഛൻ്റെ കരുതലും സ്നേഹവും ഉണ്ടായിരിക്കും. അമ്മയുടെ കരുതലിനേക്കാൾ മക്കൾക്ക് വലുത് അപ്പൻ്റെ വിരൽത്തുമ്പിലെ സുരക്ഷിതത്വമാണ്. വിയർപ്പിന് പോലും സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് നമ്മെ അറിയിക്കുന്ന, ഒന്നും ഇല്ലാത്തപ്പോഴും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന, ഒരു പരാതിയുമില്ലാതെ നമ്മുടെ എല്ലാ പരാതികളും കേൾക്കുന്ന, നാം സുഖമായി ഉറങ്ങുന്ന ഓരോ ദിനങ്ങളിലും രാപകലില്ലാതെ മഴയും മഞ്ഞും ചൂടും വെയിലും ഒന്നും വകവയ്ക്കാതെ അന്തരീക്ഷം പോലും നോക്കാതെ നമുക്ക് വേണ്ടി രാപകൽ കഷ്ടപ്പെടുന്ന ഒരാൾ, ജീവിതം കരയ്ക്കടിപ്പിക്കുവാൻ വേണ്ടി സ്വന്തമായി തോണി തുഴയുന്ന ഒരു തോണിക്കാരൻ, സ്വന്തം ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് കാട്ടിത്തരുന്ന നമ്മുടെ ദൈവം, അതെ, കാണപ്പെടുന്ന നമ്മുടെ ദൈവമാണ് നമ്മുടെ പിതാക്കന്മാർ. കർക്കശക്കാരനായ നമ്മുടെ അപ്പൻ്റെ ഗൗരവം എന്ന ആ മുഖംമൂടിക്ക് മുന്നിൽ അലുവ എന്ന ഒരു മുഖംമൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഒരു പിതാവിൻ്റെ ഹൃദയം അലിവുള്ളതാക്കാൻ സാധിക്കുന്നത് അവൻ്റെ മകൾക്കാണ്. ഒരു പെൺകുട്ടി എന്നും അവളുടെ ഭർത്താവിന് രാജ്ഞിയായിരിക്കണമെന്നില്ല, പക്ഷേ അവൾ എന്നും അവളുടെ അപ്പൻ്റെ രാജകുമാരിയായിരിക്കും. എല്ലാം ചെയ്യുവാൻ എന്നെ അമ്മ പ്രാപ്തിയാക്കുന്നു എന്ന് നാം പറയുമ്പോഴും അതിനു പിന്നിൽ അമ്മയെ പ്രാപ്തിയാക്കാൻ ഒരു വ്യക്തി, ഒരു കണ്ണി, ഒരു ഘടകം, നമ്മുടെ അച്ഛൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നാം എന്നും ഓർക്കണം. യാതൊരു പരാതിയും പരിഭവമില്ലാതെ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി നിശബ്ദമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ അപ്പച്ചന്മാരെയും നമുക്ക് നെഞ്ചോട് ചേർക്കാം. മരണം വരെ നമുക്കവരെ സ്നേഹിക്കാം. വിട്ടുകൊടുക്കരുത് ഒരു ദുഃഖത്തിനും അവരെ നാം തളർത്തരുത്, നെഞ്ചോട് ചേർത്ത് പിടിക്കാം. അതായിരിക്കട്ടെ ഈ ദിനത്തിൽ നമ്മൾ അവർക്ക് നൽകുന്ന ഒരു സമ്മാനം. പിതാക്കന്മാരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ പ്രതിദിനത്തിൽ മക്കൾക്കും കൊടുക്കാം ഒരു സമ്മാനം. അതെന്താണെന്നല്ലേ? അവരുടെ അമ്മയെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. അച്ഛൻ നഷ്ടപ്പെട്ട് സ്വന്തം മക്കളെ ചിറകിൻ കീഴിൽ ഒതുക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമാരെയും ഈ ദിനത്തിൽ ഓർക്കാം. അച്ഛനു പകരം മറ്റൊരു സത്യമില്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പോരാടി പഠിച്ച് ഉന്നത നിലയിലെത്തിയ മക്കളെയും ഓർക്കാം. അച്ഛനില്ലായ്മയിലും പതറാതെ ജീവിതത്തെ കരുപിടിപ്പിച്ച അമ്മമാർക്കും മക്കൾക്കും ആശംസകൾ. ഒരിക്കൽ കൂടി എല്ലാ പിതാക്കന്മാർക്കും പിതൃദിനാശംസകൾ. നന്ദി, നമസ്കാരം.